പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പ്രിയൻ്റെ പ്രാതലിലേക്ക് സ്വാഗതം. യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, നിരവധി വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സ്. ഉദ്ഘാടനവും അതുപോലെ തന്നെ സമാപന ചടങ്ങുകളും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ഏറെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഉദ്ഘാടന ചടങ്ങെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ അന്ത്യ അത്താഴത്തെ വളരെയധികം വികലമായിട്ട് ചിത്രീകരിക്കുകയായിരുന്നു ഉദ്ഘാടന വേദിയിൽ. ക്രൈസ്തവ വിശ്വാസത്തോടും ദൈവദൂഷണത്തോടുമുള്ള പ്രതികരണമായിട്ട് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുള്ള ആഹ്വാനമായി സഭയ്ക്കുള്ളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമായിട്ട് ലോകമെമ്പാടുമുള്ള കർദിനാൾമാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും ഒരു തുറന്ന കത്ത് ഇമെയിലിൽ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി. അതിലെ വാക്കുകൾ ഇങ്ങനെയാണ്. വളരെയധികം ഞെട്ടലോടെയാണ് പാരീസിലെ വേനൽക്കാല ഒളിമ്പിക്സിൽ ഈശോയുടെ അന്ത്യ അത്താഴം വിചിത്രവും വികലവും ദൈവദൂഷണവുമായ രീതിയിൽ ചിത്രീകരിച്ചതിനോട് ലോകം പ്രതികരിച്ചത്. 2 ബില്യണിലധികം ആളുകളുടെ വിശ്വാസം എങ്ങനെയാണ് ഇത്ര നിസ്സാരമായും മനഃപൂർവ്വമായും നിന്ദിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഒളിമ്പിക് കമ്മിറ്റി ഈ മതനിന്ദ നടപടിയെ നിരാകരിക്കണമെന്നും എല്ലാ വിശ്വാസികളോടും മാപ്പ് പറയണമെന്നും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ബിഷപ്പുമാരായ ഞങ്ങൾ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. വളരെ അർത്ഥവത്തായ ഒരു പ്രതികരണമായിട്ട് ഇതിന് ഞാൻ കാണുകയാണ്. ഇതിനു മുൻപും പലപ്പോഴും പല വേളകളിലും കർത്താവിൻ്റെ അന്ത്യ അത്താഴം വിരൂപമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ മാസികയിൽ അന്ത്യ അത്താഴത്തെ വികലമായിട്ട് ചിത്രീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പ്രതിഷേധം ആ പത്രസ്ഥാപനത്തിൻ്റെ മുൻപിൽ നടത്തുകയുണ്ടായി. ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നാടകവേദികളിലും മറ്റു കലാമേളകളിലും മലയാള സിനിമയിലും ഇന്നും ക്രൈസ്തവ ചിഹ്നങ്ങളും കുരിശും അന്ത്യ അത്താഴവും അതുപോലെ തന്നെ വൈദികരെയും സന്യസ്തരെയും പലപ്പോഴും വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. വേറൊരു മതത്തെയോ മതചിഹ്നങ്ങളെയോ ഇത്രമാത്രം അവഹേളിച്ചിട്ടില്ല, അവഹേളിക്കുകയുമില്ല. പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മതത്തെ മാത്രം അവഹേളിക്കുന്നതും ഇകഴ്ത്തി കാണിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സത്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം അവഹേളനങ്ങൾ കത്തോലിക്ക സഭ പലപ്പോഴും നേരിടേണ്ടി വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ ശക്തിക്ക് എതിരായി തിന്മയുടെ ശക്തി എല്ലായ്പ്പോഴും നിലകൊള്ളും. പക്ഷേ ഒരിക്കലും ദൈവത്തിൻ്റെ ശക്തിക്കെതിരെ തിന്മയുടെ ശക്തി പ്രബലപ്പെടുകയില്ല. അതുറപ്പുള്ള കാര്യമാണ്. അതിനാൽ തന്നെയാണ് കത്തോലിക്ക സഭ 2000 വർഷങ്ങൾക്ക് പിന്നിടുമ്പോഴും ഇപ്പോഴും നിലകൊള്ളുന്നത്. എന്നാൽ തിന്മയുടെ ഈ സ്വാധീനം മൂലം ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനോ പലർക്കും സാധിക്കില്ല. അവ മനസ്സിലാക്കുവാനായിട്ട് വരം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിനും മതചിഹ്നങ്ങൾക്കും കുരിശിനും അന്ത്യ അത്താഴത്തിനുമെല്ലാം എതിരെ ഇത്രമാത്രം തിന്മയുടെ പ്രവൃത്തികൾ നടക്കുന്നത്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ വരം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ വചനഭാഗം. കഴിഞ്ഞ 4 ആഴ്ചകളായി വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടതും നമ്മൾ ധ്യാനിച്ചതും. ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ ഈ ദീർഘമായിട്ടുള്ള പ്രഘോഷണത്തിന് ശേഷം ശിഷ്യന്മാരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. നമ്മൾ ഇന്നത്തെ വചനത്തിൽ വായിച്ച് കേൾക്കുന്നു. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈശോയുടെ അടുക്കിലേക്ക് മാത്രമല്ല, അവിടുത്തെ വചനവും നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ അവിടുത്തെ വരം, അവിടുത്തെ കൃപ നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു,
ഫരിസേരിലെ നിക്കോദമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി യേശുവിനെ സന്ദർശിക്കുവാനായിട്ട് രാത്രി വരുന്നു. തുടർന്ന് അവരുടെ സംഭാഷണം പുരോഗമിക്കുമ്പോൾ യേശു നിക്കോദമോസിനോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. എന്നാൽ നിക്കോദമോസിന് യേശുവിൻ്റെ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ ഈശോയോട് മറുചോദ്യം ചോദിക്കുകയാണ്. പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാനായിട്ട് കഴിയുമോ? എന്നാൽ ഈശോ ഇവിടെ അർത്ഥമാക്കിയത് ജലത്താലും ആത്മാവിനാലുമുള്ള ഒരു ജനനത്തെക്കുറിച്ചാണ്. ആ ദൈവികമായിട്ടുള്ള രഹസ്യം ഗ്രഹിക്കുവാനുള്ള കഴിവ് നിക്കോദമോസിനുണ്ടായിരുന്നില്ല. പക്ഷേ യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിക്കോദമോസ് നിരവധി ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള വരം അഥവാ കൃപ ലഭിച്ച വ്യക്തിയായിട്ട് മാറുകയാണ്. പിന്നീട് ദൈവിക ജ്ഞാനം നിറഞ്ഞ വ്യക്തിയായിട്ട് മടങ്ങിപ്പോവുകയാണ്. മറ്റൊരിക്കൽ നമ്മൾ മത്തായി 16-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനം നമ്മൾ കാണുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രബോധനം നൽകുമ്പോൾ ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നാൽ ഈ വചനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാതെ യേശുവിൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ച് നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം അവൻ ഇപ്രകാരം പറയുന്നത് എന്ന് ശിഷ്യന്മാർ പരസ്പരം പറയുമ്പോൾ യേശുവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദുക്കാരുടെയും പ്രബോധനത്തെ പറ്റി സൂക്ഷിച്ചു കൊള്ളുവാൻ എന്നാണ് യേശു അരുൾ ചെയ്തതെന്ന് അവർക്ക് ആദ്യം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് അവർക്കത് മനസ്സിലായി. അത് ഗ്രഹിക്കുവാനായിട്ടുള്ള വരം, കൃപ അവർക്ക് ലഭിച്ചു. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 19 വചനങ്ങൾ നമ്മൾ കാണുകയാണ്. അവിടെ നമ്മൾ പ്രകാരം സാക്ഷ്യം വഹിക്കുന്നു, യേശു ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന വേളയിൽ യഹൂദർ യേശുവിനോട് അവൻ്റെ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർക്കുള്ള മറുപടി യേശു നൽകുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. എന്നാൽ തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് ഈശോ പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ യഹൂദർ വീണ്ടും ഈശോയോട് മറുചോദ്യം ചോദിക്കുകയാണ്. തങ്ങളുടെ പൂർവികർ 46 വത്സരമെടുത്ത് പണികഴിപ്പിച്ച ദേവാലയം വെറും 3 ദിവസത്തിനകം എങ്ങനെ പുനരുദ്ധരിക്കുവാൻ സാധിക്കുമെന്ന് യഹൂദർ ഈശോയോട് മറുചോദ്യം ചോദിക്കുന്നതിന് കാരണം ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്, കൃപ ലഭിക്കാത്തതുകൊണ്ടാണ്. യോഹന്നാൻ 11:11 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്തുവാൻ ഞാൻ പോകുന്നു എന്ന് യേശു പറയുമ്പോൾ വീണ്ടും കർത്താവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ വാക്കുകൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചല്ല, മറിച്ച് ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് യേശു സംസാരിച്ചതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പിന്നീട് ഈശോ തന്നെ അവർക്ക് അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്, ലാസർ മരിച്ചതായിട്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്ത് പലപ്പോഴും അവിടുത്തെ പ്രബോധനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന വചനഭാഗത്തും വായിക്കുന്നു, യോഹന്നാൻ 6:66. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അന്ന് മാത്രമല്ല, ഇന്നും അവിടുത്തെ പ്രബോധനങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല, പലരും തെറ്റിദ്ധരിക്കുന്നു. ഇതിന് പിന്നിൽ തിന്മയുടെ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന ഒരു വലിയ ദൈവിക രഹസ്യമാണ്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനാൽ തന്നെയാണ് വിശുദ്ധ തോമസ് എക്വിനസ് ഇങ്ങനെ പറയുന്നത്, ഈ കൂദാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവും ഉണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ദൈവികമായ ആധികാരികതയിൽ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കുവാനായിട്ട് കഴിയുള്ളൂ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമായ അന്ത്യ അത്താഴം ഇനിയും അവഹേളിക്കപ്പെടുവാൻ ഇടയാകും. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ
അത്ഭുതമാണ് വിശുദ്ധ കുർബാന, രഹസ്യമാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, കൃപ ലഭിച്ചവർക്ക് മാത്രം, വരം ലഭിച്ചവർക്ക് മാത്രം, വിശ്വാസമുള്ളവർക്ക് മാത്രം വിശുദ്ധ കുർബാന എന്ന ദിവ്യമായ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയുള്ള ബലികളിൽ കുമ്പസാരിച്ച് കൂടുതൽ ഒരുക്കത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.